ഇവിടുത്തെ ആ വളവെന്ന് നോക്കി. ഈ വളവെന്ന് പറയുന്നത് സ്പീഡിൽ വരുന്ന വണ്ടിക്ക് ഒരിക്കലും തിരിഞ്ഞു കിട്ടത്തില്ല. ഞാൻ ഡ്രൈവർ തന്നെയാണ്. ഭയങ്കരമായിട്ട് ഭയന്നു. രാത്രി ഉറക്കമില്ല. ഞാനൊരു സെറ്റിയിലാണ് കിടക്കുന്നത്. ആ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ട് മാറി കിടക്കുകയാണ്. ഭയന്ന് പോകുന്നു. ഞാൻ എന്നെ ചെയ്യാനാ? ഈ പോസ്റ്റിൻ്റെ ചുവട്ടിലിടിച്ചിട്ട് ഈ പോസ്റ്റിൻ്റെ മണ്ട നിലത്ത് വന്ന് കുത്തി നിൽക്കുന്നു. അപ്പോൾ അതെന്നെ ഇടിയ. ബൾബ് മേടിച്ചു കൊടുക്കാൻ ഒരു ലൈറ്റ് ഇടാൻ പറഞ്ഞു. അത് ഞങ്ങൾക്ക് പറ്റത്തില്ല. KCB പറഞ്ഞു ഞങ്ങൾക്ക് പറ്റത്തില്ല, അത് ചെയ്യണമെങ്കിൽ ഇവരോട് പറയണം, പഞ്ചായത്തിനോട് പറയണമെന്ന് പറഞ്ഞു. അധികാരികൾ ആരും മനസ്സിലാക്കുന്നത്, ആരെങ്കിലും ഒന്ന് കണ്ണ് തുറന്നിരുന്നെങ്കിൽ ഈ നാട്ടിനൊരു അനുഗ്രഹമായതിനെ. നമസ്കാരം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പതിവായി അപകടം നടക്കുന്ന സ്പോട്ട് പ്ലാശ്ശേരിക്കും മണിമലയ്ക്കും ഇടയിൽ പൊന്തൻപുഴ എന്ന സ്ഥലത്താണ് ഈ അപകട സ്പോട്ടുള്ളത്. പതിവായി ഇവിടെ അപകടം നടക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പലപ്പോഴും അപകടങ്ങൾ പലതവണ ഈ വൈദ്യുതി പോസ്റ്റ് തകർക്കുകയും അത് മാറേണ്ടി വരികയും ചെയ്തു. തൊട്ട് സമീപത്ത് ആയി തന്നെ ഒരു വീട് ഉണ്ട്. ആ വീട്ടിലുള്ള ആളുകൾ ഭയന്നാണ് കഴിയുന്നത്. പലപ്പോഴും രാത്രി കാലങ്ങളിലാണ് കൂടുതലും അപകടമുണ്ടായത്. പുനലൂർ മൂവാറ്റുപുഴ പാതയായി KSTP നവീകരിച്ച് പാത നിർമ്മിച്ചപ്പോൾ ഇവിടെ ഒരു അലൈൻമെൻറ്റിൻ്റെ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ പതിവായി അപകടം നടക്കുന്ന രീതിയിലേക്കാണ്, അശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് നിർമ്മാണമെന്നാണ് നാട്ടുകാരുടെ പരാതി ഉയർന്നിരിക്കുന്നത്. ഇവിടെ ഈ വാഹനം ഇതാ നമുക്ക് കാണാൻ പറ്റും. ഈ പാത നമുക്ക് നോക്കുമ്പോൾ കാണാം, നേരെ കിടക്കുന്ന പാതയാണ്. ഇവിടെ ഇടതുവശത്തേക്ക് മറ്റൊരു എരുമേലി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. എന്നാൽ പുനലൂർ മൂവാറ്റുപുഴ പാത നേരെയാണ്. എന്നാൽ ഈ പാത എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ വാഹനങ്ങൾ നേരെ വളവ് തിരിയാതെ നേരെ അപകടത്തിലേക്ക് പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെ ഒരു സമീപത്തായി തന്നെ ഒരു മരമുണ്ട്. മരത്തും ഇടിച്ച് പലപ്പോഴും അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകൾ തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. ഇവിടെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവുമാണ്. വേണ്ടത്ര സുരക്ഷാ മുന്നറിയിപ്പുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അപകടം മാത്രമേ ഉള്ളൂ ഇവിടെ അപകടം മാത്രമെന്ന് പറയാൻ കാരണം, നമ്മുടെ ഒരു 1.5 കിലോമീറ്റർ ദൂരെ അവിടുന്ന് വരുന്ന വണ്ടിയുടെ സ്പീഡെന്ന് പറഞ്ഞാൽ ഒരു 120-130 മൈൽ സ്പീഡിലാണ് രാത്രി വരുന്നത്. അത് 2 മണിയാവും, ചിലപ്പോൾ 3 മണിയാവും. അപ്പോൾ ഇത് ഹൈവേ ആണ്. അപ്പം ഹൈവേ നമ്മളിപ്പം പുറത്തോട്ട് പോയാൽ തന്നെ ഈ ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ രാത്രി വരുന്നവരെടുക്കും. അപ്പോൾ അവിടം തൊട്ട് ഓരോ 1.5-2 കിലോമീറ്ററിന് ഉള്ളിൽ അവിടുന്ന് നല്ല സ്പീഡിൽ വരുന്നൊരു വണ്ടി ഇവിടുത്തെ ആ വളവെന്ന് നോക്കി. ഈ വളവെന്ന് പറയുന്നത് സ്പീഡിൽ വരുന്ന വണ്ടിക്ക് ഒരിക്കലും തിരിഞ്ഞു കിട്ടത്തില്ല. ഞാൻ ഡ്രൈവർ തന്നെയാണ്. തിരിഞ്ഞു കിട്ടത്തില്ല. അപ്പോൾ അവർ നേരെ എന്നെയും നേരെ ഇങ്ങോട്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഡ്രൈവർ മരിച്ചു പോകേണ്ടതാണ്. അത് നമ്മുടെ ദോസ്ത്, ആ ഡ്രൈവർ മരിച്ചു പോകേണ്ടതാണ്. അതുപോലത്തെ ഇടി. അതായത് ഈ പോസ്റ്റിൻ്റെ ചുവട്ടിലിടിച്ചിട്ട് ഈ പോസ്റ്റിൻ്റെ മണ്ട നിലത്ത് വന്ന് കുത്തി നിൽക്കുന്നു. അപ്പോൾ അതെന്നെ ഇടിയ. അത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അത് മൊത്തം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സുരക്ഷാ മാർഗ്ഗമില്ല. ഇവിടെ നമ്മൾ ആരോടാ പറയണ്ടേ? KSTPയോട് ഇന്നാണ് വിളിച്ച് പറഞ്ഞത്. ഇന്ന് 2:30 വന്നു. അപ്പോൾ ഞാൻ ഫോണിൽ കൂടി വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് ഫണ്ടില്ലെന്നാണ് പറയുന്നത്. അവർ ഈ അതോറിറ്റിക്ക് ഹൈവേയുടെ അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈവേയുടെ അതോറിറ്റിക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഫണ്ടില്ല. അത് ഫണ്ട് വരണം. ആ ഫണ്ട് വന്നെങ്കിൽ മാത്രമേ ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് വന്ന് ആ KSTPയുടെ ആൾ വന്ന് ഇന്ന് പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ക്രാഷ് ബാർ അങ്ങനെയുള്ള സാധനമൊന്നും അല്ലെങ്കിൽ ബാരിക്കേഡോ അങ്ങനെയുള്ള സാധനമൊന്നും വെക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെ വെച്ചില്ലെങ്കിൽ അത് ഇവിടെ ഒരു ജീവനും കൂടി പൊലിയും. ഇപ്പം എന്താ ആ പോസ്റ്റിൻ്റെ എണ്ണം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ആ പോസ്റ്റിൻ്റെ എണ്ണമെന്ന് പറയുന്നത് എനിക്കൊന്ന് 5-6 ഇവിടെ സ്കോർപിയോ, ഒരു ലോറി, അങ്ങനെ കാറുകളെ പല വണ്ടികളും, ഒരുപാട് വണ്ടികൾ ഇടിച്ച് ഇവിടെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും പെട്ടെന്നൊരു പരിഹാരം ഇവിടെ KSTP ചെയ്യണം. അതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ റോഡിൻ്റെ ഈ സൈഡ്, അതുപോലെ അങ്ങനെ പല വിഷയങ്ങളുണ്ട് ഇവിടെ. ഈ വളവ് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകണം. ഈ വളവിൽ തന്നെയായ ഒരു വീടുണ്ട്. ഈ വീട്ടുകാർ അവർ സ്വന്തം പൈസ മുടക്കിയാണ് ഇത്തരത്തിലൊരു സുരക്ഷാ വേലി നിർമ്മിച്ചിരിക്കുന്നത്. പലപ്പോഴും ഈ വീട്ടിൽ ഭയന്നാണ് കഴിയുന്നത് അല്ലേ? വളരെ ഭയന്നാണ് ജീവിക്കുന്നത്. ഒറ്റയല്ലേ, ഭയങ്കരമായിട്ട് ഭയന്നു. രാത്രി ഉറക്കമില്ല. ഞാനൊരു സെറ്റിയിലാണ് കിടക്കുന്നത്. ആ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ട് മാറി കിടക്കുകയാണ്. ഭയന്ന് പോകുന്നു. ഞാൻ എന്നെ ചെയ്യാനാ? എന്തെങ്കിലും ഒരു സംവിധാനം നിങ്ങൾ റെഡിയാക്കി തരുമോ? എപ്പോഴും അപകടങ്ങൾ നടക്കുന്ന അറിഞ്ഞിട്ടുണ്ട്. എപ്പോഴും എന്നാൽ ചാടി എണ്ണിക്കും. എണ്ണിച്ച് എല്ലാം അപ്പം തന്നെ വഴി കിടക്കുന്നവരെല്ലാം വരുമല്ലോ, വന്ന് അന്വേഷിക്കുകയും നോക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അല്ലാണ്ട് ഇത് ഞാൻ വെച്ചതാ ഒരു മറവിന് വേണ്ടി. അത് വണ്ടി ഇടിച്ച് അതിൻ്റെ ബാക്കി കളഞ്ഞത്. ഒരു ആംബുലൻസ് വന്ന് ഇടിച്ച് അത് മുഴുക്കെ പറിച്ച് ദൂരെ കളഞ്ഞു.
അപ്പോൾ എന്തോന്നാ സാറേ നിങ്ങളൊരു പരിഹാരം ഉണ്ടാക്കി തരണം എനിക്ക്. അധികൃതരോട് പറഞ്ഞില്ലായിരുന്നു, നിങ്ങൾ അറിയിച്ചില്ലേ നിങ്ങളുടെ ബുദ്ധിമുട്ട്? ആരോടെ? ഉദ്യോഗസ്ഥരോട്. ഞാൻ ആരെയും കണ്ടിട്ടില്ല, എനിക്കൊരു പരിചയക്കാരായിട്ട് വന്നുമില്ല. പിന്നെ കലക്ടർക്ക് ഒരു പരാതി കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ എവിടം വരെ പോകാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നിനും പോയില്ല. വരുന്ന സഹിക്കുക, ക്ഷമിക്കുക, അല്ല എൻ്റെ വീടും പോകും, ഞാനും മരിച്ചു പോകും, അത്രയല്ല. വണ്ടി വരുന്ന വണ്ടിയെ അവർക്ക് വരുന്ന വണ്ടി എൻ്റെ വീട് കളയാതിരിക്കാനാണ് അവർ ആ പോസ്റ്ററിലിരിക്കുന്നത്. അങ്ങനെയാണ് അവർ നേരിട്ട് പറഞ്ഞു, ഈ വരുന്ന വണ്ടി വീടിന് വരാതിരിക്കാനുള്ള പണിക്കാണ് അവർ ഈ പോസ്റ്റേ വന്നിരിക്കുന്നത്. ഈ വളവ് ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു വളവുണ്ട്. ഈ വളവ് കഴിയുമ്പോൾ ഈ വളവിൻ്റെ പകുതി വരുമ്പോൾ അടുത്ത വളവാണ്. അപ്പോൾ ഈ പകുതി കയറി വന്നതിന് ശേഷം മാത്രമേ അറിയത്തുള്ളൂ വളവാണെന്ന്. ഇങ്ങനെ കയറി വരുമ്പോൾ ഒന്നാമത് ഇവിടെ വെളിച്ചമില്ല, രണ്ടാമത് ഇവിടെ ഒരു സിഗ്നൽ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ പുതിയതായിട്ട് വരുന്ന ഒരാളിനോ അല്ലെങ്കിൽ സ്ഥിരം വരുന്ന ഒരാളിന് പോലും അറിയാൻ പറ്റും. ഇതിൽ സ്പീഡ് കൂടുതലാണെങ്കിൽ കറക്റ്റാக വന്ന് ഇടിക്കും. പിന്നെ ഒന്നത്, രണ്ടാമത് ഇവിടെ ഭയന്ന് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു 6 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ സ്ത്രീകൾക്കോ കുഞ്ഞുങ്ങൾക്കോ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല. ഒരു വെളിച്ചമൊന്നും, ബസ് സ്റ്റോപ്പ് കൂടെയാണ്. അപ്പോൾ ഇവിടെ ഒരു വെളിച്ചമില്ല, ഇവിടെ നിൽക്കും. പിന്നെ വരുന്നവർക്ക് ഒരു സേഫ്റ്റി ഇല്ല. ഞങ്ങളിവിടെ ഓട്ടോ ഇട്ടുകൊണ്ട് കിടന്നിട്ട് ഇവിടെ കിടക്കാൻ പോലും പറ്റുന്നില്ല. ഇവിടെ എപ്പോഴും വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഓട്ടോയോട് ഇടിച്ചില്ല, അങ്ങനെ ചേർന്നാണ് വരുന്നത്. അത്ര സ്പീഡിൽ വന്നിട്ട് പിന്നെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്നു. പിന്നെ ഒന്നത്, പെട്ടെന്ന് ഇവിടെ വരുമ്പോൾ റോഡ് കൃത്യമായിട്ട് മനസ്സിലാകാതെ വരുന്നുണ്ടല്ലേ? റോഡ് ഈ വളവ് കറക്റ്റായിട്ട് അറിയില്ല, സിഗ്നലില്ലല്ലോ, ഒരു സിഗ്നലില്ല, ഒന്നുമില്ല. ഹൈവേ റോഡെന്ന് പറഞ്ഞ് പേര് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത് ഇവിടെ ഈ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു. ഈ ലൈറ്റ് പീസായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞ് ഈ KSEBിയുടെ ആൾക്കാർ പറയും, പഞ്ചായത്തിനോട് പറയും റോഡുകാരോട് പറയാൻ പറയും. ഇങ്ങനെ പറഞ്ഞിരിക്കും. ഇന്ന് ഇവിടെ പോയി പോസ്റ്റ് ഒടിഞ്ഞു വിടുന്നു, ഇവിടെ ഒരു വെളിച്ചമില്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ബൾബ് മേടിച്ച് കൊടുക്കാൻ ഒരു ലൈറ്റ് ഇടാൻ പറഞ്ഞു. അത് ഞങ്ങൾക്ക് പറ്റത്തില്ല. KSEB പറഞ്ഞു ഞങ്ങൾക്ക് പറ്റത്തില്ല, അത് ചെയ്യണമെങ്കിൽ പിന്നെ ഇവരോട് പഞ്ചായത്തിനോട് പറയണമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുക. ഇവിടെ ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കുമില്ല. നമ്മൾ ടാക്സ് അടയ്ക്കുന്നു, ഈ ഏരിയയിൽ കറണ്ട് കിട്ടുന്നില്ല. ഇങ്ങനെ ഇപ്പോൾ രാവിലെ 11 kV എല്ലാം ഓഫ്. ഇന്നലെ 12 മണി മുതൽ ഇതുവരെയും കറണ്ട് അടുത്തൊന്നും ആയിട്ടില്ല. ഒത്തിരി പേഷ്യൻസ് ഉള്ളതാണ്. അവരുടെ വീടുകളിലുള്ള മരുന്ന്, പിന്നെ വീട്ടിലിരിക്കുന്ന ഫുഡ് സാധനങ്ങളെല്ലാം കേടായി പോവുക. അങ്ങനെ ജനങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ട് ഇതാണ്. അധികാരികൾ ആരും മനസ്സിലാക്കുന്നത്, ആരെങ്കിലും ഒന്ന് കണ്ണ് തുറന്നിരുന്നെങ്കിൽ ഈ നാട്ടിനൊരു അനുഗ്രഹമായതിന്. പതിവായി അപകടം നടക്കുന്നു. അതെ, പതിവായി ഇവിടെ അപകടം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ 8 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ അപകടം നടന്നത് ഇവിടെ. അപ്പോൾ അതിന് മുമ്പ് ഒരു 2 മാസത്തിന് മുമ്പ് ഇപ്പോൾ ഒരു 5-6 അപകടമെങ്കിലും കുറഞ്ഞ നടന്നിട്ടുണ്ട്. അതും രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം ഇവിടെ ഈ ഭാഗത്തൊരു സൈൻ ബോർഡൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ സൈൻ ബോർഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുറേ ഇതായിരുന്നു. അതുപോലെ അവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു, ഇവിടെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലൈറ്റൊന്നുമില്ല. അതിന് പകരം ഞങ്ങളൊരു പ്രതിഷേധം അവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ആ ലൈറ്റിൻ്റെ ചുവട്ടിലൊരു നിലവിളക്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഈ റോഡിൻ്റെ പണി അത്ര സുരക്ഷിതമല്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ ഒരു അമ്മച്ചി തന്നെയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇവിടെ ക്രാഷ് കാരിയർ വെക്കുകയാണെങ്കിൽ ഇത്ര വലിയ അപകടങ്ങളൊക്കെ ഒഴിവാക്കി വരും. അതിൽ വല്ല റിഫ്ലക്ടർ വല്ലതും വെച്ച് കഴിഞ്ഞാലും പുറത്തുനിന്ന് വരുന്ന വണ്ടിയൊക്കെ അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഒന്നുമില്ലാത്തൊരു അശാസ്ത്രീയമായ രീതിയിൽ തന്നെ പണിതാണ് ഈ വളമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വന്നു കഴിയുമ്പോഴേ ആൾക്കാർക്ക് അറിയത്തുള്ളൂ. പിന്നെ പെട്ടെന്ന് വെട്ടിച്ച് മാറാനൊന്നും പറ്റത്തില്ല വണ്ടി. ഇവിടെ കാറുണ്ട്, ടെമ്പോ ഉണ്ട്, ലോറിയുണ്ട്. വലിയ ലോറി, തടി ലോറിയൊക്കെ വന്നിട്ട് കയറി ഇടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഒന്നാമത് ഈ വീട്ടിൽ അമ്മച്ചി മാത്രമേ ഉള്ള താമസം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റ് ഇല്ല. ഈ കവലയ്ക്ക് ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അത് പലരുമായിട്ട് പഞ്ചായത്തുമായിട്ട് പറഞ്ഞു, എല്ലാവരുമായിട്ട് പറഞ്ഞിട്ട് പോലും അതൊന്നും അവർ ചെയ്യാനുള്ള ഒരു മനസ്സ്. ഓട്ടോ സ്റ്റാൻഡല്ലേ? ഇതൊരു ഓട്ടോ സ്റ്റാൻഡാണ്. പൊന്തമ്പുഴ വലിയ സിറ്റി കഴിഞ്ഞാൽ അടുത്തൊരു ഓട്ടോ സ്റ്റാൻഡാണ് ഇവിടെ. ഇവിടെ നിൽക്കാൻ പകല് ഭയമാണ്. കാരണം ഇവിടെ പകലൊന്നും ആൾക്കാർ നിൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ വണ്ടി അതേ സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ജീവന് കൊതിയുള്ളവർ മാറി നിൽക്കണം അതേ ഉള്ളൂ. പകലാന്ന് പറഞ്ഞാലും നല്ല സ്പീഡിൽ തന്നെയാണ് വണ്ടിയെല്ലാം വരുന്നത്. അപ്പോൾ പിന്നെ രാത്രിയിലൊക്കെ വരുമ്പോൾ ഒന്നാമത് നല്ല റോഡ് ഉറങ്ങിപ്പോകും ചിലപ്പം. അങ്ങനെ സുരക്ഷാ മാർഗം തീർച്ചയായിട്ടും ഒരുക്കണം. നാട്ടുകാർ ഭയങ്കര പ്രതിഷേധത്തില്ല. കാരണം ഇന്നലെ രാത്രി മുതൽ ഒരു ഭാഗം കറണ്ടേ ഇല്ലാതായി. ഇന്ന് അവർ രാവിലെ മുതൽ വന്ന് അവർ ഭയങ്കര ബുദ്ധിമുട്ടി ഓരോ ദിവസം വന്ന് കിടന്ന് പണിയുന്നത്. അപ്പോൾ ഇന്ന് ഇതുവരെ കറണ്ട് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർ മുഴുവൻ ഭയങ്കര പ്രതിഷേധത്തിൽ. അതുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ റോഡ് സുരക്ഷ ഉണ്ടാക്കിയേ മതിയാകത്തുള്ളൂ. എന്നാലേ ഇവിടുത്തെ അപകടങ്ങൾ കുറയത്തുള്ളൂ. അധികൃതരെ ഈ വിവരം അറിയിച്ചിട്ടും അവർ ഫണ്ടില്ല എന്ന കാരണത്താൽ സുരക്ഷാ മാർഗങ്ങളൊക്കെ ഒരുക്കുന്നതിന് വൈകുകയാണ്. ഇന്ന് നടന്ന അപകടം, അവർ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും വരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കാര്യമായ പരിക്കുകളൊന്നുമില്ലാതെ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പലപ്പോഴും ഇവിടെ ഇങ്ങനൊരു അപകടം സംഭവിക്കുന്നു. ഒരു മരത്തിലേക്ക് വാഹനം ഇടിച്ച് കയറുന്നു.
പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത നവീകരിച്ചതിന് ശേഷം 40ഓളം അപകടങ്ങളാണ് ഈ മേഖലയിൽ നടന്നിരിക്കുന്നത്. പലരും ആളപായമില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു. അത് മാത്രമാണ് ഏക ആശ്വാസം. അതേസമയം അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും ഓരോ ദിവസവും ഭയത്തോടെ കഴിയേണ്ട സാഹചര്യത്തിലാണ് നാട്ടുകാരുള്ളത്. ഇന്ന് നടന്ന അപകടത്തിൽ നിന്നും അത്ഭുതകരമായി തന്നെ യാത്രക്കാർ രക്ഷപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ മേഖലയിൽ സുരക്ഷാ മാർഗങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.